തൃശൂരിൽ നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അനീഷ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയെന്ന് യുവതിയുടെ മൊഴി. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചത് പ്രസവത്തിന് സഹായകമായി. ഗർഭാവസ്ഥ മറച്ചുവെച്ചത് വയറിൽ തുണി കെട്ടിയിട്ടെന്നും യുവതിയുടെ മൊഴി. വെള്ളിക്കുളങ്ങരയിലെ അനീഷയുടെ വീട്ടിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. ഒപ്പം പുതുക്കാട്ടെ ഭവിന്റെ വീട്ടിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനും. ആദ്യം നിതിൻ അംബുജനിലേക്കാണ് പോകുന്നത്. നിതിൻ, ഈ നമ്മൾ പലപ്പോഴും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. യൂട്യൂബിൽ നോക്കി ഇതുപോലെ പ്രസവിക്കുന്നു, ശുചിമുറിയിൽ പ്രസവിക്കുന്നു, എന്നിട്ട് പിന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു. അത് ഏത് രീതിയിൽ കൊലപ്പെടുത്തി, എങ്ങനെയൊക്കെ ആണ്. ഇപ്പം ഈ അനീഷയുടെ ഫോൺ ഭർത്താവ് തകർത്തിരുന്നു, ഭവിൻ തകർത്തിരുന്നു. ആ ഫോണിൽ നിർണായക വിവരങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടി പോലീസ് എത്തുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമുക്ക് ഈ വാർത്തയിൽ, അതായത് ഈ കേസിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ അവിശ്വസനീയമായ വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. കാരണം ഒരു പ്രസവം നടത്തി അതിനുശേഷം ആ കുഞ്ഞിനെ കുഴിച്ചുമൂടുന്നു, അതിനുശേഷം 3 വർഷശേഷം വീണ്ടും പ്രസവം നടത്തി കുഞ്ഞിനെ വീണ്ടും കുഴിച്ചുമൂടുന്നു. അങ്ങനെ ഈ കാലത്തൊന്നും തന്നെ ഈ പ്രസവം വീട്ടുകാർ അറിഞ്ഞില്ല എന്നായിരുന്നു നേരത്തെ തന്നെ അനീഷയുടെ അമ്മ പോലീസ് നൽകിയ വിവരം. എന്തായാലും പോലീസ് അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തില്ല. ഇനി വിശദമായി തന്നെ അനീഷയുടെ അമ്മയെ ചോദ്യം ചെയ്യും. ഞാനിപ്പോൾ നിൽക്കുന്നത് അനീഷയുടെ വീടിന് മുന്നിലാണ്. ഇവിടെ അനീഷയുടെ അമ്മ മാത്രമാണ് ഈ ഘട്ടത്തിലുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ഫോറൻസിക് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തും. അല്പസമയത്തിന് തന്നെ ഫോറൻസിക് സംഘം, തൃശ്ശൂരിലെ ഫോറൻസിക് സംഘം ഇവിടെ എത്തി പരിശോധന നടത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ പറ്റുന്ന വിവരം. വീടിനോട് ചേർന്നുള്ള ആ സ്ഥലത്ത് ഇന്നലെ തെളിവെടുപ്പിനിടെ പോലീസ് ഇവിടെ എത്തി സ്ഥലം മാർക്ക് ചെയ്തിരുന്നു. അവിടെയാണ് ഇനിയിപ്പോൾ കുഴിക്കുന്ന ഒരു നടപടി എന്തായാലും ഫോറൻസിക് സംഘം സ്വീകരിക്കുക. തുടർ വിവരങ്ങളൊക്കെ തന്നെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സാഹചര്യ തെളിവുകളും അതോടൊപ്പം തന്നെ ഇത്തരം ഫോറൻസിക് സംഘത്തിന് ലഭിക്കുന്ന തെളിവുകളാകും ഈ കേസിൽ നിർണായകമാവുക. അതോടൊപ്പം ഇന്നലെ അയൽവാസി നൽകിയ മൊഴിയും ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഈ വർഷങ്ങളാണ്, അതായത് 2021 2024 നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷങ്ങളുടെ ഒരു ഇടവേളകൾ പോലീസിനെ സംബന്ധിച്ചാണെങ്കിൽ കേസ് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയാണ്. അത് മറികടക്കാനുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നത് കേസ് സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം വിവരങ്ങൾ എന്തായാലും പോലീസ് ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. അല്പസമയത്തിനകം ആ നടപടിയിലേക്ക് എന്തായാലും ഫോറൻസിക് സംഘം കടക്കും. ഇതിൽ പ്രധാനപ്പെട്ട വിവരം, ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഉയർത്തിയ ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം 2 പ്രസവം നടത്തിയപ്പോൾ വീട്ടുകാർ അത് അറിഞ്ഞിരുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു പോലീസ് സംബന്ധിച്ച് ഏറെ കുറപ്പിച്ചത്. പക്ഷേ അതിനെല്ലാം തന്നെ അനീഷ നൽകിയ മറുപടി, യൂട്യൂബ് നോക്കിയാണ് ഈ ഒരു പ്രസവം താൻ നടത്തിയത്, മാത്രമല്ല ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ അത് സഹായകമായി എന്നാണ് അനീഷ പോലീസിനോട് നൽകിയിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ വീട്ടിലെ ശുചിമുറിയിൽ വെച്ച് പ്രസവിച്ചു. അതിനുശേഷം തൊട്ടടുത്തുള്ള ഈ പറമ്പിനോട് ചേർന്നുള്ള കുഴിയിൽ കുഴിച്ചിട്ടു എന്നാണ്. ഈ കുഴിക്കുന്നത് ഒരുപക്ഷെ ദൃക്സാക്ഷി അല്ലെങ്കിൽ ഈ തൊട്ടടുത്തുള്ള അയൽവാസി കണ്ടു എന്ന വിവരം ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്തായാലും പോലീസിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ആ ബക്കറ്റിനുള്ളിൽ മൃതദേഹമാണോ, കുഞ്ഞിൻ്റെ മൃതദേഹമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രസവം, അതായത് ഗർഭാവസ്ഥ മറച്ചുവെച്ചു എന്ന് പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വീട്ടുകാർ ആ ഒരു വിവരം തന്നെയാണ് പങ്കുവച്ചത്. അങ്ങനെ അനീഷ ഒരു ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞില്ല എന്നാണ് അനീഷയുടെ അമ്മ നൽകിയിരിക്കുന്ന വിവരം. പക്ഷേ അനീഷ വ്യക്തമാക്കിയത് ആ കാലത്ത് ഇറുകിയ വസ്ത്രങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി പകരം വയറ്റിൽ തുണി കെട്ടിയായിരുന്നു ആ ഗർഭാവസ്ഥ മറച്ചുവെച്ചെന്ന വിവരമാണ് ഈ ഘട്ടത്തിലെല്ലാം നൽകിയിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ നടപടിയെല്ലാം തന്നെ തുടരുകയാണ്. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വർഷങ്ങളുടെ ഇടവേളകൾ പോലീസ് സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. അത് മാറ്റാനുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നത് പോലീസ് സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. അത്തരം വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടികൾ എന്തായാലും ഇന്നിപ്പോൾ തുടർന്ന് വരും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം, അതായത് മദ്യലഹരിയിൽ ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തി ഇത് നൽകുമ്പോൾ പോലീസ് സംബന്ധിച്ച് ഇത് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിലും തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം നടത്തിയ വിവരങ്ങളും അതോടൊപ്പം തെളിവ് ശേഖരണവുമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ച വിവരത്തിലേക്ക് പോയത്. ആദ്യഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ മാത്രമാണ് കൊലപ്പെടുത്തുന്ന വിവരമായിരുന്നു പോലീസ് ലഭിച്ചത്. പക്ഷേ വിശദമായി ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷണത്തിന്റെ നിർണായക വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ 2 കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഭവിന്റെ ഫോണിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. കുഞ്ഞിന്റെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഭവിന്റെ ഫോണിലുണ്ടെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്ന വിവരം. അതെല്ലാം തന്നെ ശേഖരിച്ചാകും ഈ കേസിന്റെ തുടർ നടപടി പോലീസ് സ്വീകരിക്കുക. എന്തായാലും ആ വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടിയിലേക്ക് പോലീസ് അല്പസമയത്തിന് കടക്കും. ഞാൻ നിൽക്കുന്ന വെള്ളിക്കുളങ്ങരയിലെ വീട്ടിലേക്ക് തൃശ്ശൂർ നിന്നുള്ള ഫോറൻസിക് സംഘം എത്തി അതിനുശേഷം ഈ കുഴിച്ച് മറ്റ് വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കാനുള്ള നടപടികളാകും ഇനി സ്വീകരിക്കുക.